അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓറിയോ ഷേക്കിന്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഒരു ഓറിയോ ഷേക്ക് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതുപോലെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആണ് ഓറിയോ ബിസ്ക്കറ്റ്. അത് വെച്ച് ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരനെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഓറിയോ ഷേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, ഓറിയോയുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 2-3 പാക്കറ്റ് വേണ്ടി വരും. അതുപോലെ 1/2 ലിറ്റർ പാല്, തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഷേക്കിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഐസ് ക്യൂബ്സ്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിനായിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 12 പീസോളം ബിസ്ക്കറ്റാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ എണ്ണം കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ തണുത്ത പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം നമ്മുടെ ബിസ്ക്കറ്റിന് ഓൾറെഡി മധുരമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു സെർവിങ് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ചെയ്യണമെന്നൊരു നിർബന്ധമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പായിട്ട് 2-3 ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഷേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് പോയി കാണാം. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് പിന്നീട് കുറച്ച് ചോക്ലേറ്റാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ച സമയത്ത് കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൗഡർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂം ചോക്ലേറ്റ് ചിപ്സും ആണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഓറിയോ ബിസ്ക്കറ്റ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓറിയോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അടുത്തൊരു നല്ല റെസിപ്പിയുമായി വരുന്നവരെ ബായ്.